നമസ്കാരം, രുചിസ്മൃതിയിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. കുറേ നാളുകളായി ലോങ് വീഡിയോ ഇട്ടിട്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ വീഡിയോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓണത്തിന് സപ്ലൈകോയിൽ നിന്നും വാങ്ങിയ ഒരു കിറ്റാണിത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ചെറിയ വീഡിയോ ഇട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട്. പുറത്ത് വെച്ചതിന് ശേഷം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അരിയും കിട്ടിയിട്ടുണ്ട്. ഒരു 5 കിലോ അരി ഉണ്ടാവും. നല്ല ചമ്പാവരി ആയിരുന്നേ. പക്ഷേ ഈ അരി ചോറിന് അത്ര നല്ല അരിയല്ല. കഞ്ഞിക്കാണെങ്കിൽ നല്ല അരിയാണ് കേട്ടോ. ചോറിന് പിന്നെ കുറച്ച് നമ്മൾ എത്ര വേവിച്ചാലും ഈ അരിക്ക് ഒരു കല്ല് പോലത്തെ ടൈപ്പാണ്. എത്ര വേവിച്ചാലും അതങ്ങോട്ട് വെന്ത് വരുന്ന ഒരു ടൈപ്പല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഞ്ഞിയായിട്ട് കുടിക്കാനാണ് ഞാനിത് മിക്കവാറും രാത്രിയിൽ അത്താഴത്തിന് കഞ്ഞി ഉണ്ടാക്കാനാണ് എടുക്കാറ്. ഈ അരിയും പയറും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി നമുക്ക് അങ്ങനെ കുടിക്കാം. പിന്നെ മഴയുള്ള സമയങ്ങളിലും ഇങ്ങനെയുള്ളൊരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കൽ പതിവാണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ആ കിറ്റിൽ നിന്ന് കിട്ടിയത്. പയർ, പരിപ്പ്, പിന്നെ പഞ്ചസാര, ശർക്കര, നെയ്യ്, ഇതൊക്കെയാണ് നമുക്ക് ആ കിറ്റിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ സപ്ലൈകോയിൽ പോയ സമയത്ത് ഇത് കഴിക്കാനായിട്ട് ഇത് ലഡുവും ജിലേബിയും പിന്നെ ഈ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചു വന്നിരുന്നപ്പോഴേക്കുമാണ് നമ്മുടെ തെങ്ങിൽ കയറാനായിട്ട് ആൾ വന്നത്. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് തേങ്ങ വെട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോഴാണ് തേങ്ങ വെട്ടാനായിട്ട് ആൾ വന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരൊറ്റ മൂട് തെങ്ങ് മാത്രമേ ഉള്ളേ. പക്ഷേ അതിൽ നിന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം തേങ്ങ കിട്ടും. ഞങ്ങൾക്ക് മാസം കഴിഞ്ഞു പോകാനുള്ള തേങ്ങ അതിൽ നിന്ന് കിട്ടും. പിന്നെ ചില സമയങ്ങളിൽ മാത്രം കുറച്ച് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തേങ്ങ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞങ്ങളത് പുറത്തുനിന്ന് വാങ്ങാറാണ് പതിവ്. ഇപ്പം പക്ഷേ എന്നാലും ഈ ഓണത്തിന് ഞങ്ങൾ പുറത്ത് കടയിൽ നിന്ന് തന്നെയാണ് തേങ്ങ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഓണത്തിന് തേങ്ങ വെട്ടാൻ വിളിച്ചപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു അത് പാകമായിട്ടില്ല, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലേ ഇത് ആവുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞങ്ങളത് നിർത്തിയിരുന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് അത് പാകമായി കിട്ടിയത്. അപ്പോൾ പിന്നെ അത് ആ സമയത്ത് നമ്മൾ വിളിക്കാതെ തന്നെ പുള്ളിക്കാരൻ ഇങ്ങ് എത്തിക്കോളും കേട്ടോ തേങ്ങ വെട്ടാനായിട്ട്. സ്ഥിരം വെട്ടുന്ന ആളായതുകൊണ്ട് അവർക്കറിയാമല്ലോ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ആൾ ഇങ്ങെത്തും. പിന്നെ ആ ഒറ്റ മൂട് തെങ്ങല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അവർക്ക് വെട്ടിയിട്ട് വേറെയുള്ള ജോലിക്ക് വേറെ വെട്ടാൻ പോകാമല്ലോ. ഞാൻ ഈ സ്കൂട്ടർ എടുത്ത് മാറ്റാനായിട്ട് പിന്നെ ഞാൻ മറന്നു പോയതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ സ്കൂട്ടർ മാറ്റാനായിട്ട് മറന്നുപോയി. അപ്പോൾ പുള്ളിക്കാരൻ കയറി വന്ന സമയത്ത് സ്കൂട്ടർ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അതെടുത്ത് മാറ്റാത്തത് കൊണ്ട് തന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. സ്കൂട്ടറിൽ തേങ്ങ വീണിട്ട് അത് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നേ. പിന്നെ ഈ ഓലയൊക്കെ ഇതുപോലെ വെട്ടി പിടിച്ച് ഗേറ്റിന് പുറത്തെടുത്ത് വെക്കും കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഈ ഓലയൊക്കെ തുറപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് എടുത്തുകൊണ്ട് പോകാറാണ് പതിവേ. ഹാപ്പി കുട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഹാപ്പി കുട്ടൻ ഓലയുടെ ഇടയിൽ കയറി കിടക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ.